ഖത്തറിൽ നിന്ന് സുഹാജിർ ചേരുന്നുണ്ട്. സുഹാജിർ സാറിനോട് ചോദിച്ചോളൂ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. സർ ആക്ച്വലി നമ്മള് മറ്റേ ഇവിടുന്ന് സൈറ്റിൽ കയറി ഓവർസീസ് എലക്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഓൾറെഡി ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഫോം 6A സബ്മിറ്റ് ചെയ്തു, നമ്മള് ഫോം സബ്മിറ്റ് ചെയ്തു, നമുക്ക് റെഫറൻസ് നമ്പർ കിട്ടി, നമ്മുടെ കയ്യിൽ PDF ആയി ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഫോം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ പ്രവാസികൾ ഇത് ചെയ്താൽ മതിയോ? ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? സോ താങ്കൾ ഫോം 6 എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത്? നമ്മൾ November 1 ചെയ്തു. November 1 ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് താങ്കളുടെ ഫോമിന് അപ്രൂവ് ആയി വന്നിട്ടില്ല അല്ലേ? ഇത് പ്രോസസ്സിലാണ്. ഇല്ല, നമ്മൾ ഫോം ജസ്റ്റ് സബ്മിറ്റ് ചെയ്തു, നമുക്ക് റെഫറൻസ് നമ്പർ കിട്ടി, അതിന്റെ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫോം 6A. ഓക്കെ. സോ താങ്കൾ നിലവിലുള്ള ലിസ്റ്റിലില്ല അല്ലേ? താങ്കൾ നിലവിലുള്ള ലിസ്റ്റിലില്ല. ഇല്ല, 2002 ലിസ്റ്റിലില്ല. കാരണം 2025 ലിസ്റ്റിലെ അല്ലല്ല 2025 ലിസ്റ്റിലുണ്ടോ താങ്കൾ വോട്ടറായിട്ട്? അതെ, 2025 ലിസ്റ്റിലുണ്ട്. ഓക്കെ. സോ താങ്കൾക്ക് ഒരു എനുമറേഷൻ ഫോം കിട്ടും, അത് താങ്കൾ ഫിൽ ചെയ്തിട്ട് തിരിച്ചയച്ചാൽ മതി, അത്രേ ഉള്ളൂ. ശരി. ദുബായിൽ നിന്ന് അബ്ദുൾ ഫോം റസാഖ് 6 താങ്കൾ പറഞ്ഞത് ആരുടെ ഫോം 6 ആയിരുന്നു? മക്കളുടെ ആണോ? ഫോം 6A. അതെ, ഫോം 6A. ഓ, ആരുടെയാണത്? എന്റേതാണ്. കേൾക്കുന്നില്ല, ക്ലിയർ ആയില്ല. യെസ്, അതിൽ ഒരു ചെറിയൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കോൾ കട്ടായി. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ദുബായിൽ നിന്ന് അബ്ദുൾ റസാഖ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുൾ റസാഖ് സാറിനോട് ചോദിച്ചോളൂ. ഹലോ സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ദുബായില് ഫാമിലി ആയിട്ട് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. ഭാര്യ മക്കളൊക്കെ ഇവിടെയുള്ള. എന്റെ വീട് അവിടെ അടച്ചിട്ടാണുള്ളത്. വീട്ടിലെ മുമ്പിൽ തന്നെ എന്റെ ഭാര്യയുടെ ഉമ്മയും സഹോദരനും താമസിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് അവര് വീടിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഫോം അവിടെ വീട്ടില് ഭാര്യയുടെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉമ്മ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവോ? മതിയാവും. 2022 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളതാണ് ഭാര്യയും മക്കളും. അത് പ്രശ്നമില്ല. 2025 ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും എനുമറേഷൻ ഫോം കിട്ടും. താങ്കളുടെ പേരുണ്ടെങ്കിൽ താങ്കളുടെ വീട്ടിലെ ആൾ വരും, തൊട്ടടുത്തുള്ള താങ്കളുടെ ബന്ധു അതിനെ സൈൻ ചെയ്ത് തന്നാൽ മതി, അത്രേ ഉള്ളൂ. അത്ര വേറെ ID കാർഡ്, പാസ്പോർട്ട് കോപ്പി അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിലവിലെ അങ്ങനെ ഒരു രേഖകൾ ഇപ്പോൾ ആവശ്യമില്ല. ആ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്തിട്ട് തിരിച്ച് തരണം എന്നുള്ളതേ ഉള്ളൂ. ആവശ്യം വരുവാണെങ്കിൽ മാത്രമേ രേഖകൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ശരി, താങ്ക് യു റസാഖ്.